നമസ്കാരം. വെൽക്കം ടു മൂവി ട്രക്ക്. അപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ള നിവിൻ പോളിയുടെ പ്രതിച്ഛായ കണ്ടു. അയ്യോ! ഒരു ഗംഭീര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. കാരണമുണ്ട്. ഒന്നാമത്തത് ഭയങ്കര വീക്ക് തിരക്കഥയായിരുന്നു. ഭയങ്കര വീക്കായിരുന്നു തിരക്കഥ. എന്ന് വെച്ചാൽ നമ്മള് എന്താ പറയുക, ഒരു പ്രൊപ്പഗൻഡയൊക്കെ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുപോലെ ഒരു ഇലക്ഷന്റെ ടൈമിലായിരുന്നു നമ്മുടെ മമ്മൂട്ടിയുടെ മൂവി വന്നത്. അത് എൽഡിഎഫിനായിരുന്നു കുറച്ചും കൂടി ഇത് ചെയ്തെങ്കിൽ ഇത് കോൺഗ്രസിനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാന്നുള്ള ബേസിസിനാണ്. അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സരിത സരിത സോളാർ കേസും ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞപ്പോൾ സരിത സോളാർ കേസിനോട് ബന്ധപ്പെട്ടിട്ടില്ല, പക്ഷെ ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏകദേശം അതൊക്കെ തന്നെയാണ് നമുക്ക് സ്റ്റോറി വൈസ് കാണുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അച്ഛൻ അച്ഛൻ ഒരു അഴിമതിയിൽ പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്ന മകൻ, അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര ശോകമായിരുന്നു എക്സ്പീരിയൻസ്. വെറുതെ ടിക്കറ്റ് എടുത്തു എന്നുള്ളൊരു അവസ്ഥയായി പോയി. ഒന്നാമത്തെ കാര്യം, പടം തുടങ്ങി ഒരു മെയിൻ വില്ലൻ എന്ന് പറയാനായിട്ട് ഒരാളെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. നായകൻ നിവിൻ പോളി ഉണ്ട്. നിവിൻ പോളി എന്താ പറയാ, നിവിൻ പോളിയുടെ ഒരു ഭയങ്കര വീക്കസ്റ്റ് സ്ക്രിപ്റ്റ് ആയി പോയി. ബി ഉണ്ണികൃഷ്ണന്റെ വീക്കസ്റ്റ് സ്ക്രിപ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് 2-3 ഡയലോഗ്സ് ഉണ്ട് എന്നതല്ലാതെ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാനോ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നുമില്ല ഈ പടത്തിൽ. പിന്നത്തെ കാര്യം, ഭയങ്കര സ്ലോ ആയിരുന്നു. ഒന്നാമത്തത് ഭയങ്കര ലാഗടിച്ച് ഇങ്ങനെ ആമ എഴയണ പോലെ പടം എഴഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ആമ എഴയുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു സീൻ വരുന്നു, വീണ്ടും എഴച്ചിൽ തുടങ്ങുന്നു, പിന്നൊന്നും ഒരു ബാക്ക് സ്റ്റോറിയും ഒരു സുഖമില്ല. പിന്നെ മെയിൻ കാര്യം, ഈ ഏറ്റവും അരോചകമായിട്ട് തോന്നിയത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നായകൻ വരുമ്പോ BGM, അച്ഛൻ വരുമ്പോ BGM, അമ്മ വരുമ്പോ BGM, ചേട്ടൻ വരുമ്പോ BGM, വില്ലൻ വരുമ്പോ BGM, വില്ലന്റെ പണിക്കാരൻ വരുമ്പോ BGM. ഓടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തേക്കാണ്. എന്റെ പൊന്നോ, അതിന്റെ ഇടയ്ക്ക് ഒരു റാപ്പ് വേറെ, അതും അൺനെസസറി. നമുക്കൊരു എന്താ പറയാ, ഇവരൊരു ഭയങ്കര എന്താ പറയാ സങ്കടമൊക്കെ സീൻ വന്നാൽ പോലും നമുക്കൊരു ഒരു സങ്കടവും തോന്നുന്നില്ല, ഒന്നും തോന്നില്ല. ഇങ്ങനെ നിർവികാരമായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. അതാണ് ഈ പടത്തിൽ നമുക്ക് ആകെ കിട്ടുന്നത്. ആക്ടിങ് വേറെ, എന്റെ പൊന്നോ. നിവിൻ പോളി ആസ് യൂഷ്വൽ ഒന്നുമില്ല വലുതായിട്ട്, പുള്ളിക്ക് അങ്ങനെ അഭിനയിക്കേണ്ടതായിട്ടൊന്നുമില്ല. ആകെ പുള്ളിയുടെ ഡബിങ്ങിൽ കുറെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു സൗണ്ട് ഓവറായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം നിവിൻ പോളിയുടെ വക. ബാലേന്ദ്ര മേനോൻ വലിയ കുഴപ്പമില്ല, അങ്ങനെ കൊണ്ടാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ, അയ്യോ, ഷറഫുദ്ദീൻ ആകെ ആ പടത്തിലുള്ളത് 15 മിനിറ്റ് എങ്ങാണ്ട. ആ 15 മിനിറ്റിലാണെങ്കിൽ പുള്ളി ഏറ് പിടിച്ച് ശരിക്കും ഷറഫുദ്ദീൻ ഒന്നും ചെയ്യാനുള്ള റോളില്ല ആക്ച്വലി. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഒരു പവർഫുൾ ക്യാരക്ടർ ചെയ്യേണ്ട ആളാണ്. ഇത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് പുള്ളിക്കാരന് റോള് കൊടുത്ത് ഒരു 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 മാസി ഫീൽ ഇല്ല നമുക്ക്. പുള്ളി ഒരു കോർപ്പറേറ്റ് ജയന്റാന്നൊക്കെയാണ് പറയണത്. പുള്ളിനെ കാണുമ്പോൾ നമുക്ക് തോന്നും സാധാ നാട്ടിൻപുറം സ്റ്റൈലും ഒരു കോർപ്പറേറ്റ് ജയന്റും കുറെ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. വെറുതെ നമുക്ക് അങ്ങോട്ട് ഒരു സുഖമില്ല ഷറഫുദ്ദീന്റെ കാര്യം കണ്ടിട്ട്. ഒരു തുക്കട റിവഞ്ചും എന്റെ പൊന്നോ ഒരു രക്ഷയില്ല കണ്ടിട്ട്. ഒട്ടുമുക്കാലും. പിന്നെ നായികയ്ക്കാണെങ്കിൽ എക്സ്പ്രഷനും ഇല്ല. ഇങ്ങനെ ചുണ്ടനക്കാണ്ട് മുഖം അനക്കാണ്ട് അഭിനയിക്കാണ് പുള്ളിക്കാരി. അത് ഒരു വഴിക്ക്, നായകൻ ഒരു വഴിക്ക്, കഥ വേറൊരു വഴിക്ക്, അതിന്റെ ഇടയ്ക്ക് കിഡ്നാപ്പ്, അതിന്റെ ഇടയ്ക്ക് എന്തിട്ടാ പറയാ, പീഡനത്തിനുള്ള കേസ്, എല്ലാം നമ്മൾ ഇങ്ങനെ പണ്ട് കണ്ട പല പല സിനിമകളുടെ സീനുകളൊക്കെ കുത്തിക്കെട്ടി ഒരു സിനിമ ആക്കിയേക്കുന്നത്. അത് ഭയങ്കര നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. അയ്യോ, ഭയങ്കര നഷ്ടമായിരുന്നു. അപ്പൊ ഇതാണ് പ്രതിച്ഛായയുടെ എന്റെ ഒരു വേർഡിക്റ്റ്. നിങ്ങൾക്ക് പ്രതിച്ഛായ പോയി കാണാവുന്നതാണ്. ഒരു വൺ ടൈം വാച്ചബിൾ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കും ഇല്ല. ഭയങ്കര ശോകമായിരുന്നു എക്സ്പീരിയൻസ്. അപ്പൊ ഇത്രയുമാണ് പ്രതിച്ഛായയുടെ എന്റെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ
കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.